So let's start the third module of financial services. Financial services in the first module complete നമ്മൾ പഠിച്ചത് ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ പറ്റിയായിരുന്നു. അപ്പോൾ 4 കമ്പോണൻസ് ആണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ഫിനാൻഷ്യൽ assets, financial markets, financial intermediaries and financial services are ആ 4 components. ഇനി ഫിനാൻഷ്യൽ സർവീസസിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാന്ന് പഠിച്ചു. ഫണ്ട് ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ഫീ ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസസ്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് നമ്മൾ ഫണ്ട് ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസസ് ഏതൊക്കെയായിരുന്നു എന്നാണ് പഠിച്ചത്. അപ്പോൾ ഫണ്ട് ബേസ്ഡിന്റെ അകത്ത് അവര് മണി വെച്ചിട്ടുള്ള ഡീലിങ്സ് ആണ്. ഫിനാൻഷ്യൽ എയ്ഡ് പ്രൊവൈഡ് ചെയ്യുക, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക, ലോൺസ് കൊടുക്കുക, ക്രെഡിറ്റിൽ മണി കൊടുക്കുക. അപ്പൊ അതിനെയൊക്കെയാണ് ഫണ്ട് ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്നത്. തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫീ ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസസ് ആണ്. അപ്പോൾ വാട്ട് ഈസ് ഫീ ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസസ്? അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അഡ്വൈസറി സർവീസസ് അല്ലെങ്കിൽ കൗൺസിലിംഗ് സർവീസസ് കൊടുത്ത് കംപ്ലീറ്റ്ലി ഒരു ബിസിനസിനെ ഗൈഡ് ചെയ്യുന്നതിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് അതിന് പകരമായിട്ട് കൊടുക്കുന്നത് ഫീസ് ആണ്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സർവീസസിനെ പറയുന്ന പേര് ഫീ ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസസ് ആണ്. അപ്പം ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് വിൽ ബി ഡീലിംഗ് വിത്ത് ഡിഫറെന്റ് ടോപ്പിക്സ് സച്ച് ആസ് മെർച്ചന്റ് ബാങ്കിങ്, പ്രോജക്ട് അഡ്വൈസറി സർവീസസ്, കസ്റ്റോഡിയൻ സർവീസ്, credit rating, mergers and acquisition, capital restructuring service, safe custody services, stock broking, depositories and mutual funds. So let's start with the first term, which is merchant banking. What is merchant banking? മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു യൂണിവേഴ്സൽ ആയിട്ട് അതായത് എല്ലാവരും എഗ്രി ചെയ്തിട്ടുള്ള ഒരു കോമൺ ഡെഫിനിഷൻ മെർച്ചന്റ് ബാങ്കിങ്ങിന് ഇല്ല. അപ്പോൾ ഇതിനെപ്പറ്റി എന്താണ് നമുക്ക് മീനിങ് നോക്കാം. മീനിങ് ആണെങ്കിൽ ഇറ്റ് ഇസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ആൻ ഓർഗനൈസേഷൻ. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണ്. ഇറ്റ് പ്രൊവൈഡ്സ് എ നമ്പർ ഓഫ് സർവീസസ് ഇൻക്ലൂഡിങ് ഏതൊക്കെ സർവീസസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞു. വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് സർവീസസ് ദാറ്റ് ദേ പ്രൊവൈഡ്? മാനേജ്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് ഇഷ്യൂസ്. ആദ്യമായിട്ട് നമ്മൾ മാർക്കറ്റിൽ ഒരു പുതിയ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയായിട്ടാണ് സെക്യൂരിറ്റീസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മളൊരു ഷെയർ അല്ലെങ്കിൽ ഡിബെഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോഴത്തേക്കും അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ മാനേജ് ചെയ്യണം, ആ കാര്യങ്ങളെല്ലാം മെർച്ചന്റ് ബാങ്കിങ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ദേ ഹെൽപ്പ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് ഇഷ്യൂസ്. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യും. പോർട്ട്ഫോളിയോ എന്ന ടേമിന്റെ മീനിങ് കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റീസ് എന്നാണ്. അപ്പം വേർ ഷുഡ് യു ഇൻവെസ്റ്റ്, ഹൗ മച്ച് ഷുഡ് യു ഇൻവെസ്റ്റ്, how should you price your securities, what type of securities should you issue in the market, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതിനാണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. Next one is credit syndication. Credit syndication is also known as loan syndication. ഒരാൾ ലോൺ തരുന്നതിന് പകരം കുറെ പേര് ഒരുമിച്ച് നമുക്ക് ലോൺ തരുന്നതിനെയാണ് ക്രെഡിറ്റ് സിൻഡിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ അതിനെ കുറച്ചും കൂടെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇനി ഫിനാൻഷ്യൽ അഡ്വൈസസ് ആൻഡ് കൗൺസിലിംഗ് സർവീസസ് ആർ പ്രൊവൈഡഡ്. ഫ്രം വേർ ഷുഡ് യു റേസ് ഫണ്ട്സ്, ഹു ഷുഡ് ബി യുവർ ഫിനാൻഷ്യർ, ഹൗ ക്യാൻ യു റേസ് ഫണ്ട്സ് അറ്റ് ദ ലീസ്റ്റ് കോസ്റ്റ്. അപ്പൊ ഇങ്ങനത്തെ ഉള്ള അഡ്വൈസസ് പ്രൊവൈഡ് ചെയ്യുകയും കൗൺസിലിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാണ്. യു ഹാവിങ് എ ഡിഫിക്കൽട്ടി ഇൻ ഡിറ്റർമിനിങ് വെദർ യുവർ പ്രോജക്റ്റ് ഇസ് എ ഗുഡ് വൺ ഓർ നോട്ട്. നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് ഐഡിയ ഉണ്ട്, അത് ഫീസിബിൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഐഡിയ ആണോ, അത് മാർക്കറ്റിൽ സക്സസ് ആകുമോ ഇല്ലയോ. ഇനിയിപ്പോ നിങ്ങൾക്ക് കുറെ ബിസിനസ് ഐഡിയാസ് ഉണ്ട്, നിങ്ങൾ ഇംപ്ലിമെന്റും ചെയ്തുകൊണ്ടിരിക്കട്ടെ. ലോട്ട് ഓഫ് പ്രോഡക്റ്റ് ലൈൻസ് ഉള്ള ഒരു കമ്പനിയാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളുടെ പ്രോഡക്റ്റ് ലൈൻസിൽ ഏതൊക്കെയാണ് പ്രോഫിറ്റബിൾ, ഏത് കണ്ടിന്യൂ ചെയ്യണം, ഏത് ഡിസ്കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള അഡ്വൈസസ് പ്രൊവൈഡ് ചെയ്യും. ഇനി നിങ്ങൾ ബിസിനസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു, കഷ്ടകാലത്തിന് അത് സിക്ക് യൂണിറ്റ് ആയിട്ട് പോയി, അപ്പൊ അത് സിക്കായി പോയി എന്നുണ്ടെങ്കിൽ അതിനെ റിവൈവ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാം, ഇങ്ങനെയുള്ള കൗൺസിലിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ വെറൈറ്റി ഓഫ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ നമുക്ക് മെർച്ചന്റ് ബാങ്കിങ് എന്ന് പറയാവുന്നതാണ്. എങ്ങനെ ഈ പേര് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെർച്ചന്റ് ബാങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം അവർ അസിസ്റ്റ് ചെയ്തിരുന്നത് മെർച്ചന്റ്സിനെയാണ്. അതായത് മാനുഫാക്ചറിങ് സർവീസസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സർവീസസിൽ എൻഗേജ് ചെയ്തിരുന്ന ആൾക്കാർക്ക് ക്രെഡിറ്റ് കൊടുക്കുക, അവർക്ക് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യുക, അവർക്ക് വേണ്ടി ഗ്യാരണ്ടി നിൽക്കുക, അവരുടെ ഷെയർസ് അണ്ടർറൈറ്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള സർവീസസ് ആണ് ആദ്യം മെർച്ചന്റ് ബാങ്കിങ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്.
അതുകൊണ്ടാണ് അതിന് മെർച്ചന്റ് ബാങ്കിങ് എന്ന ഒരു പേര് വീഴാനായിട്ട് കാരണം. മെർച്ചന്റ്സിനെയാണ് അസിസ്റ്റ് ചെയ്യുന്നത്, ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദേ കെയിം ടു ബി നോൺ ആസ് ദി മെർച്ചന്റ് ബാങ്കേഴ്സ്. നമ്മുടെ ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. Who is a merchant or what is a merchant banking എന്നുള്ളത്. So any person who is engaged in the business of issue management. Okay, so ഒരു person who is engaged in the business of issue management. Issue എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെക്യൂരിറ്റീസിനെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയായിട്ട് വിൽക്കാൻ നോക്കുന്നതാണ് ഇഷ്യൂ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. So they engage in the business of issue management either by making arrangements regarding selling, buying or subscribing to the securities. So ഈ ഇഷ്യൂ മാനേജ്മെന്റിൽ എങ്ങനെയാണ് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? They will arrange for the sale of the securities or purchase of the securities, or they will subscribe to the securities, and they play the role of the manager, consultant, advisor. Okay, so they play different roles to the company, and they render corporate advisory services in relation to such issue management. So any person who is engaged in the business of the issue management, so they will make arrangements for selling, buying or subscribing to the securities. They will provide corporate advisory services, and they will act the role of a manager, consultant or advisor. ഇതിനെയാണ് നമ്മൾ മെർച്ചന്റ് ബാങ്കർ എന്ന് പറയുന്നത്. Who is a merchant banker എന്നുള്ളതിന്റെ ഡെഫിനിഷൻ ആണ് അത്. Let's see some facts. ഇന്ത്യയിലെ മെർച്ചന്റ് ബാങ്കിങ് സർവീസസ് സ്റ്റാർട്ട് ചെയ്തത് ഫോറിൻ ബാങ്ക്സ് ആണ്. അത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നാഷണൽ ഗ്രീൻലേസ് ബാങ്ക് ആണ് in 1967 and City Bank in 1970. Now the first Indian company to introduce merchant banking was State Bank of India. It was followed by ICICI. So ഇന്ത്യയിൽ ആദ്യമായിട്ട് തുടങ്ങിയത് SBI ആണ് 1972-ലാണ്. ഇനി വേൾഡ് ഓവറിൽ നോക്കുമ്പോഴത്തേക്കും കുറച്ച് ഫേമസ് ആയിട്ടുള്ള മെർച്ചന്റ് ബാങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ JP Morgan Chase, Goldman Sachs, Citi Group ഒക്കെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇനി മെർച്ചന്റ് ബാങ്കിങ് എന്ന് പറയുമ്പോൾ ബാങ്കിങ് സർവീസസ് പ്ലസ് കൺസൾട്ടൻസി സർവീസസ് ആണ്. ബാങ്കിങ് സർവീസസിന്റെയും കൺസൾട്ടൻസി സർവീസസിന്റെയും ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ മെർച്ചന്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്കൊരു ഡൗട്ട് വരും, വാട്ട് ഇസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ബാങ്ക്സ് ആൻഡ് മെർച്ചന്റ് ബാങ്ക്സ് അല്ലെ? കോമൺ ആയിട്ടുള്ള നമ്മുടെ ജനറൽ ബാങ്ക്സും മെർച്ചന്റ് ബാങ്ക്സും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പോൾ ലെറ്റ്സ് സീ വാട്ട് ദാറ്റ് ഈസ്. മെർച്ചന്റ് ബാങ്കും കമേഴ്ഷ്യൽ ബാങ്ക്സും തമ്മിൽ ഉള്ള ഡിഫറൻസ് ആണ് ഈ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെർച്ചന്റ് ബാങ്ക്സ് എന്ന് പറയുമ്പോൾ അവർ കൂടുതലും സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഇന്റർനാഷണൽ ട്രേഡിലാണ്. അപ്പോൾ ഇന്റർനാഷണൽ ട്രേഡ് നടത്തുന്ന എക്സ്പോർട്സ് ബിസിനസ് ഒക്കെ നടത്തുന്നവർക്ക് അല്ലെങ്കിൽ ഇമ്പോർട്ട് ബിസിനസ് നടത്തുന്നവർക്ക് വേണ്ട സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് മെർച്ചന്റ് ബാങ്ക്സ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ പ്രൊവൈഡ് എ wide spectrum of financial services. Okay, wide variety of financial services കൊടുക്കുന്നുണ്ട് മൾട്ടിനാഷണൽ കമ്പനീസിനും ഹൈ നെറ്റ് വർത്ത് ക്ലയൻസിനും. ഹൈ നെറ്റ് വർത്ത് ക്ലയൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആസറ്റ്സ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് ആസ്തിയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഹൈ നെറ്റ് വർത്ത് ക്ലയൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിനും മൾട്ടിനാഷണൽ കമ്പനീസിനും ഒക്കെ ഒരുപാട് ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡിനെ അസിസ്റ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് മെർച്ചന്റ് ബാങ്ക്സിന്റെ ഒരു രീതി. ഇനി കമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they provide basic banking functions. അപ്പൊ എന്താണ് basic banking functions? They will accept deposits, they will lend money, they will issue checks, drafts, etc. അങ്ങനെയുള്ള ബേസിക് ബാങ്കിങ് ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റിനെയാണ് നമ്മൾ കമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. ഇനി മെർച്ചന്റ് ബാങ്ക്സിന്റെ ഗവേണിംഗ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെർച്ചന്റ് ബാങ്കേഴ്സ് റൂൾസ് എന്ന് പറഞ്ഞ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി ഹാസ് ഇഷ്യൂഡ് മെർച്ചന്റ് ബാങ്കേഴ്സ് റെഗുലേഷൻ. അങ്ങനെ ഈ രണ്ടെണ്ണമാണ് മെർച്ചന്റ് ബാങ്കേഴ്സിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ള റൂൾസ് എന്ന് പറയുന്നത്. സോ റെഗുലേറ്ററി അതോറിറ്റി ആയിട്ട് മിനിസ്ട്രി ഓഫ് ഫിനാൻസും ഉണ്ട്, സെബിയും ഉണ്ട്. ദേ ഇഷ്യൂഡ് സെറ്റ് ഓഫ് റൂൾസ്. കമേഴ്ഷ്യൽ ബാങ്ക്സിനെ ഗവേൺ ചെയ്യുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഇനി മെർച്ചന്റ് ബാങ്കേഴ്സ് will act the role of a financial advisor. Where can you raise the funds? Which is the cheapest source from which you can raise the funds that you need? എന്നൊക്കെ അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ് മെർച്ചന്റ് ബാങ്കേഴ്സ്. ബട്ട് കമേഴ്ഷ്യൽ ബാങ്ക്സ് പറഞ്ഞാൽ ആക്ച്വൽ ഫിനാൻഷ്യൽസ് ആണ്. ഫണ്ട്സ് വേണമെന്ന് പറയുമ്പോൾ ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നവരെയാണ് കമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി കൺസൾട്ടൻസി സർവീസസ് ആണ് മെർച്ചന്റ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇൻ കേസ് ഓഫ് എ ഡിലെമ ഓർ ഇൻ കേസ് ഓഫ് എ ക്രൈസിസ് ഇവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് കൺസൾട്ടേഷൻ കൊടുക്കുന്നവരാണ് മെർച്ചന്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്.
whereas commercial banks will be providing only general banking services. And merchant banks, they help venture capitalists. അതായത് റിസ്കി ആയിട്ടുള്ള ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മെർച്ചന്റ് ബാങ്കേഴ്സ് വില്ലിംഗ് ആണ്. ബട്ട് കമേഴ്ഷ്യൽ ബാങ്ക് മാക്സിമം റിസ്ക് അവോയ്ഡ് ചെയ്യാൻ മാത്രമേ നോക്കത്തുള്ളൂ. So these are the major points of difference between a merchant bank and a commercial bank. Now the second one is, what is the difference between merchant bank and investment banks? Merchant bank and investment banks തമ്മിൽ എന്താണ് വ്യത്യാസം? See, investment bank and merchant bank interchangeably use ചെയ്യുന്ന terms ആണ്. Sometimes merchant banks are referred to as investment banks and sometimes investment banks are referred to as merchant banks. രണ്ടും തമ്മിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും പറയാനായിട്ടില്ല. ബട്ട് ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ പറയാനായിട്ട് മാത്രം കുറച്ച് ഡിഫറൻസസ് നമ്മൾ ചാർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ മെർച്ചന്റ് ബാങ്ക്സ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനിക്ക് ക്യാപിറ്റൽസ് ആവശ്യമുണ്ട് എങ്കിൽ they will participate in the buying of securities. അവര് ഷെയർ ഓണർഷിപ്പ് ഏറ്റെടുക്കുന്നുണ്ട്. ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാൾ they will become a part of the company by subscribing to the shares of that particular company. ബട്ട് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും ഫണ്ട്സ് ആവശ്യമുള്ളവരെയും ഇടയ്ക്ക് ഉള്ള മിഡിൽമാൻ ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഇനി മെർച്ചന്റ് ബാങ്ക്സ് ഫീ ബേസ്ഡ് സർവീസസ് ആണ് കൊടുക്കുന്നത്. അതായത് അവർ കുറെ സർവീസസ് കൊടുത്തിട്ട് അതിന് പകരമായിട്ട് ഫീസ് വാങ്ങിക്കും. ബട്ട് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ബോത്ത് ഫീ ബേസ്ഡ് ആൻഡ് ഫണ്ട് ബേസ്ഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫീ ബേസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവര് വഴിയായിട്ട് തന്നെ ഇൻഷുറൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കും, മ്യൂച്വൽ ഫണ്ട്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കും, അല്ലെങ്കിൽ അവരെന്താണ് അഡ്വൈസറി സർവീസസ് പ്രൊവൈഡ് ചെയ്യും. ബട്ട് ദേ വിൽ ഓൾസോ പ്രൊവൈഡ് ഫണ്ട് ബേസ്ഡ് സർവീസസ്. ഫണ്ട് ബേസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും ലോൺസ് കൊടുക്കും, ഫണ്ട് കൊടുത്ത് സഹായിക്കുന്നു, ലോൺസ് കൊടുക്കും, ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അവൈലബിൾ ആക്കി കൊടുക്കും. അപ്പൊ അങ്ങനെ ഫണ്ട് ട്രാൻസ്ഫർ ഫെസിലിറ്റേറ്റ് ചെയ്യും. ഫണ്ട് ട്രാൻസ്ഫർ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ഒരു ഫീ ബേസ്ഡ് ആക്ടിവിറ്റിയാണ്. എന്തുകൊണ്ട്? അതിൻ്റെ അകത്ത് അവർ ജസ്റ്റ് ഇന്റർമീഡിയറി ആയിട്ട് നിൽക്കുന്നു, ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, അവരുടെ സർവീസിന് അവരൊരു ചാർജ് ഈടാക്കുന്നു. അല്ലാതെ പൈസ അവരുടേതല്ല, ആരോ കൊണ്ടുവന്ന് തന്ന പൈസയെ വേറൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഫണ്ട് ട്രാൻസ്ഫർ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. മ്യൂച്വൽ ഫണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കുന്നു. അതിലും പൈസ ഈ ബാങ്കിൻ്റെതല്ല, ഏതെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം കാണിച്ചു കൊടുത്തുകൊണ്ട് അതിനുവേണ്ടി ചില ചാർജസ് ഈടാക്കുന്നുണ്ട്. അപ്പൊ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഫീ ബേസ്ഡ് സർവീസ് ആണ്. അതുപോലെ ഇൻഷുറൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അതും ഇൻഷുറൻസ് കമ്പനിയുടെയും ഇവരുടെ ഇടയിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് മാത്രം നിൽക്കുന്നതാണ്. അതിന് അവർക്കൊരു ഫീ ആണ് അവർ ചാർജ് ചെയ്യുന്നത്. അവരുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നത് ലോൺസിനും ഓവർ ഡ്രാഫ്റ്റ് പോലത്തുള്ള സർവീസസിനും ഒക്കെയാണ്. അപ്പൊ അങ്ങനെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന സർവീസ് ആണെങ്കിൽ ഫണ്ട് ബേസ്ഡ് സർവീസസ് എന്ന് പറയും. ബോത്ത് ഫീ ബേസ്ഡ് ആൻഡ് ഫണ്ട് ബേസ്ഡ് സർവീസസ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി merchant banks, bank loans, they facilitate international finance and serve the various trading companies with underwriting roles. Underwriting services endana? They will subscribe to the unsubscribed portion of the securities. Stock exchange securities offer ചെയ്യുമ്പോഴത്തേക്കും മിനിമം സബ്സ്ക്രിപ്ഷൻസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ മിനിമം സബ്സ്ക്രിപ്ഷൻ ആവശ്യമുള്ള അത്രയും ഷെയർസ് ആളുകൾ വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കി ഷെയർസ് നമ്മൾ വാങ്ങിച്ചോളാം എന്ന് പറയുന്നതിനെയാണ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇന്റർനാഷണൽ ഫിനാൻസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് മെയിൻലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കമേഴ്ഷ്യൽ ആൻഡ് ഗവൺമെന്റ് എന്റിറ്റീസിന് അവർക്ക് ആവശ്യമുള്ള ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. അതിനാണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി മെർച്ചന്റ് ബാങ്ക്സ് മോസ്റ്റ് ഓഫ് ദി ടൈം ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിനും മീഡിയം സൈസ് കോർപ്പറേറ്റ് എന്റിറ്റീസിനുമാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബട്ട് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് എന്ന് പറയുമ്പോൾ ഹ്യൂജ് കോർപ്പറേഷൻസ്, കാരണം അവരുടെ കയ്യിൽ അത്രയും ഫണ്ട്സ് ഉള്ളത് കൊണ്ട് ഹ്യൂജ് കോർപ്പറേഷൻസിനാണ് അവർ ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് എന്ന് പറയുന്നത് മെർച്ചന്റ് ബാങ്ക് വേഴ്സസ് ഡെവലപ്മെന്റ് ബാങ്ക്സ് ആണ്. So the first point of difference is merchant banks എന്ന് പറയുന്നത് കമ്പനീസിന്റെയും ഇൻവെസ്റ്റേഴ്സിന്റെയും ഇടയ്ക്ക് ഒരു ഇന്റർമീഡിയറ്റ്, ഒരു മീഡിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. They will provide financial services such as raising capital. They will provide all sort of assistance. Development banks എന്ന് പറയുന്നത് ഒരു കൺട്രിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് ഇസ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി. അങ്ങനെ വന്നിട്ടുള്ള ബാങ്ക്സിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. Merchant banks provide ചെയ്യുന്ന ഫീ ബേസ്ഡ് സർവീസസ് ആണ്. ഡെവലപ്മെന്റ് ബാങ്ക്സ് will provide both fee based and fund based services. ഇനി മെർച്ചന്റ് ബാങ്ക്സ് പ്രൈവറ്റ് കമ്പനീസിന് മെർച്ചന്റ് ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മോസ്റ്റ്ലി പ്രൈവറ്റ് കമ്പനീസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബട്ട് ഡെവലപ്മെന്റ് ബാങ്ക്സ് എപ്പോഴും
ഫുള്ളി ഗവൺമെന്റ് ഓൺഡ് ആയിരിക്കും, അല്ലെങ്കിൽ പാർഷ്യലി ഓൺഡ് ബൈ ദ ഗവൺമെന്റ് ആയിരിക്കും ഡെവലപ്മെന്റ് ബാങ്ക്സിന്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി നാഷണൽ ആൻഡ് മൾട്ടിനാഷണൽ കമ്പനീസിന് മെർച്ചന്റ് ബാങ്ക്സ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേറസ് ഡെവലപ്മെന്റ് ബാങ്ക് ഒരു കൺട്രിയുടെ ഡെവലപ്മെന്റിൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് നാഷണൽ ഫേംസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നാഷണൽ നമ്മുടെ കൺട്രിക്കകത്തുള്ള ഫേംസിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം, അവർക്ക് ആവശ്യമുള്ള സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മെർച്ചന്റ് ബാങ്ക്സിന് കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഓൾറെഡി. ഗോൾഡ്മാൻ സാക്സ്, സിറ്റി ഗ്രൂപ്പ്, JP മോർഗൻ എല്ലാം എക്സാമ്പിൾസ് ആണ്. ഇന്ത്യക്കകത്ത് ഡെവലപ്മെന്റ് ബാങ്ക്സിന്റെ എക്സാമ്പിൾസ് ആണെങ്കിൽ IFCI, നബാർഡ് എല്ലാം എക്സാമ്പിൾസ് ആണ്. ഡെവലപ്മെന്റ് ബാങ്ക്സിന്റെ അപെക്സ് ബാങ്ക് IDBI ആണ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പൊ ഇതൊക്കെയാണ് ഡിഫറൻസസ് എന്ന് പറയുന്നത്. So let's see what are the functions or the services or the activities of merchant banks. എന്തൊക്കെ സർവീസസ് ആണ് മെർച്ചന്റ് ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഏതൊരു മെർച്ചന്റ് ബാങ്കിന്റെയും ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു സെക്യൂരിറ്റീസ് ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി പുറം ലോകം അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് മെർച്ചന്റ് ബാങ്ക്സിന്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മാർക്കറ്റ് ചെയ്ത് ആളുകൾ അതിനെപ്പറ്റി അറിഞ്ഞാൽ മാത്രമേ ആ ഒരു കമ്പനിയുടെ ഷെയർസിലോട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വരത്തുള്ളൂ. So their basic function is marketing of corporate and other securities. ഇനി മാർക്കറ്റിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ അവർ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒറിജിനേഷൻ, അണ്ടർ റൈറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെക്യൂരിറ്റീസ് ചെയ്യുന്നുണ്ട്. ഒറിജിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഏത് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യണമെന്ന് കമ്പനിക്ക് അഡ്വൈസ് കൊടുക്കും. ഇനി എത്ര രൂപയ്ക്ക്, വാട്ട് ഷുഡ് ബി ദ പ്രൈസ് ഓഫ് ദി സെക്യൂരിറ്റി, വാട്ട് ഷുഡ് ബി ദ ടൈമിംഗ് ഓഫ് ഇഷ്യൂ, എപ്പോഴാണ് നിങ്ങൾ ഇഷ്യൂ ചെയ്യേണ്ടത് എന്നുള്ള അഡ്വൈസ് എല്ലാം കൊടുക്കുന്നതിനാണ് നമ്മൾ ഒറിജിനേഷൻ എന്ന് പറയുന്നത്. Underwriting എന്ന് പറഞ്ഞാൽ once you offer the securities in the market, if you are unable to secure the required number of subscriptions, then they will subscribe to that unsubscribed portion of the securities. അതായത് നമ്മൾ മാർക്കറ്റിലെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തു, ബട്ട് ആവശ്യത്തിന് സബ്സ്ക്രിപ്ഷൻസ് കിട്ടിയിട്ടില്ല, ആളുകൾ അത് സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനി എത്ര സബ്സ്ക്രിപ്ഷൻ കൂടെയാണോ കമ്പനിക്ക് വേണ്ടത് അത്രയും ഷെയർസ് underwriter purchase ചെയ്യുന്നതായിരിക്കും. So merchant bankers will provide service of underwriting and distribution of securities. Distribution എന്ന് പറഞ്ഞാൽ actual sales of the securities. മറ്റേ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക, ബയറിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒറിജിനേഷൻ, അണ്ടർറൈറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ പോലുള്ള പല സർവീസസും മെർച്ചന്റ് ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെ അവർ എന്ത് ചെയ്യുന്നു? They will provide advices to the investors. അതായത് നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ടാക്സ് ബെനിഫിറ്റ്സ് കുറേ ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട സ്റ്റാറ്റ്യൂട്ടറി റൂൾസ്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് മെർച്ചന്റ് ബാങ്കേഴ്സിന്റെ സർവീസസിൽ ഒരെണ്ണം. ഇനി they will also design innovative instruments. ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അതേസമയം ഇഷ്യൂ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഇഷ്യൂ ചെയ്യാനായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും പല ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതും മെർച്ചന്റ് ബാങ്കേഴ്സിന്റെ ആക്ടിവിറ്റീസിൽ ഒരെണ്ണമാണ്. ഇത് ജസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കുറച്ച് സർവീസസ് പറഞ്ഞതാണ്. there are a lot of services provided by the merchant banks. What are the functions അല്ലെങ്കിൽ what are the services of merchant banks എന്നുള്ളത് ഒരു essay question ആയിട്ട് തന്നെ ചോദിക്കുന്നതാണ്. So let's see the first function or the first activity or service provided by the merchant bank. The first term is corporate counseling. So let's see what is corporate counseling. Corporate counseling എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് പബ്ലിക് ഇമേജ് ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ റെപ്യൂട്ടേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഹൗ ക്യാൻ യു ഇംപ്രൂവ് ദ പെർഫോമൻസ് ഓഫ് ദി കമ്പനി? പെർഫോമൻസ് ഓഫ് ദി കമ്പനി ഇംപ്രൂവ് ചെയ്താൽ മാത്രമേ ആളുകളുടെ ഇടയിൽ ഇമേജ് ഇംപ്രൂവ് ചെയ്യത്തുള്ളൂ, കമ്പനി ഇമേജ്. ഈ കമ്പനിയുടെ ഇമേജ് ഇംപ്രൂവ് ചെയ്താൽ മാത്രമേ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ വരത്തുള്ളൂ. ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെക്യൂരിറ്റീസിന്റെ മാർക്കറ്റ് വാല്യൂല് ഇൻക്രീസ് വരും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഡിമാൻഡ് ഉണ്ടെങ്കിലേ പ്രൈസ് കൂട്ടാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഡിമാൻഡ് ഉണ്ടെങ്കിൽ പ്രൈസ് കൂടും. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഒരു കമ്പനി ചെയ്യേണ്ടത് അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് കോർപ്പറേറ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് കോർപ്പറേറ്റ് കൗൺസിലിംഗ് ചോദിച്ചാൽ ഇറ്റ്സ് ബേസിക്കലി ബിൽഡിംഗ് ദ ഇമേജ് ഓഫ് ദി കമ്പനി. കോർപ്പറേറ്റ് കൗൺസിലിംഗിൽ ഡീൽ ചെയ്യുന്ന മെയിൻ 3 ഏരിയാസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ പോളിസീസും റൂൾസും എല്ലാം സ്റ്റഡി ചെയ്ത ശേഷം കോർപ്പറേറ്റ്സിന് അവർ അഡ്വൈസ് കൊടുക്കും ഏത് ഏരിയയിലോട്ട് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിസിനസ് പുതിയൊരു ഏരിയയിലോട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഏത് ഏരിയയിൽ
ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് അവർ അഡ്വൈസ് കൊടുക്കും. കാരണം ചിലപ്പോൾ നമുക്ക് റീജിയൻ ബേസ്ഡ് ആയിരിക്കും. ഒരു ബാക്ക്വേർഡ് ഏരിയയിൽ കൊണ്ടുപോയി ബിസിനസ് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് അവിടെ ബിസിനസ് സെറ്റപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ഒരു ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ആ ഒരു ഏരിയ ആയിട്ട് സ്യൂട്ട് ചെയ്യുമെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള അഡ്വൈസ് അവർ കൊടുക്കും. ഡൈവേഴ്സിഫൈ ചെയ്ത് അങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ വേറൊരു ഏത് ഇൻഡസ്ട്രിയിലോട്ട് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യണം. വേറൊരു എന്തായാലും ന്യൂ ഇൻഡസ്ട്രിയിലാണ് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ കറന്റ് പെർഫോം ചെയ്യുന്ന ഇൻഡസ്ട്രീസിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണ്, അതിലെങ്ങനെയൊക്കെ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യും. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, if you are a company with a lot of product lines, we will study in detail the performance of your products. ഓരോ പ്രോഡക്റ്റും എത്ര നന്നായിട്ടാണ് പെർഫോം ചെയ്യുന്നത് സ്റ്റഡി ചെയ്ത ശേഷം ആ പ്രോഡക്റ്റ് ലൈൻ നമ്മൾ ഇനി കണ്ടിന്യൂ ചെയ്യണോ അതോ ഡിസ്കണ്ടിന്യൂ ചെയ്യണോ എന്ന് നമുക്ക് അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുന്നത് കോർപ്പറേറ്റ് കൗൺസിലിംഗിന്റെ ഭാഗമായിട്ടാണ്. ചിലപ്പോൾ അത് അത്രയ്ക്ക് പ്രോഫിറ്റ് ഒന്നും തരുന്നില്ലെങ്കിൽ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതാണ് കമ്പനിക്ക് നല്ലത്. വേറൊരു പ്രോഡക്റ്റ് ലൈൻ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിക്ക് ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാട്ട് യു മീൻ ബൈ സിക്ക് യൂണിറ്റ് അല്ലെ? അപ്പൊ ഒരു സംശയം വരും, സിക്ക് യൂണിറ്റ് എന്താണ്? നിങ്ങളുടെ കമ്പനിക്ക് 6 മാസമായിട്ടും ഡ്യൂ എമൗണ്ട്സ് ഒന്നും പേ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതായത് ക്രെഡിറ്റേഴ്സ് വന്ന് ചോദിക്കുന്നുണ്ട്, ബാങ്കുകാർ ലോൺ തന്നതിന്റെ ഇൻട്രസ്റ്റ് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് അതൊന്നും തിരിച്ചടയ്ക്കാനായിട്ട് നമുക്ക് ഉള്ള ഇൻകം കയ്യിലില്ല. നമ്മുടെ ബിസിനസ് കുറച്ചു കാലമായിട്ട് അടച്ചുപൂട്ടി കിടക്കുകയാണ്, പ്രൊഡക്ഷൻ ഒന്നും നടക്കുന്നില്ല, നമ്മൾ കുറെ കാലമായിട്ട് കൊടുക്കാനുള്ള പൈസയൊന്നും കൊടുക്കാതിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആ യൂണിറ്റിനെ സിക്ക് യൂണിറ്റ് എന്ന് പറയും. അപ്പൊ അങ്ങനെ സിക്കായി പോയിട്ടുള്ള യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ റിവൈവ് ചെയ്യാനായിട്ട് എങ്ങനെയൊക്കെ ഏതൊക്കെ വഴികളിലൂടെ നിങ്ങൾക്ക് ആ യൂണിറ്റ് റിവൈവ് ചെയ്തെടുക്കാം എന്നുള്ള അഡ്വൈസസ് പ്രൊവൈഡ് ചെയ്യുന്നത് കോർപ്പറേറ്റ് കൗൺസിലിംഗിന്റെ ഭാഗമാണ്. സോ ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് മെർച്ചന്റ് ബാങ്കിങ് ഇസ് കോർപ്പറേറ്റ് കൗൺസിലിംഗ്. Let's see the second one. Project counseling is the second one. So project counseling എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? So we are developing a new idea. ഒരു entrepreneur approach ചെയ്യുകയാണെങ്കിൽ merchant bank will ask them to come up with a new idea. അപ്പോൾ ആ ഒരു ഐഡിയ അവർ കൊണ്ടുവരുമ്പോൾ ഇസ് ഇറ്റ് എ ഫീസിബിൾ വൺ? ഈ ഒരു ഐഡിയ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സക്സസ് ആകുമോ അതോ അത് ഫെയിലിയർ ആയി പോകുമോ എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും. കാരണം അവർക്ക് അത്രയും നോഹൗ ഉള്ള ആളുകളാണ്. So they will study your project idea, help you in preparing a project report if it's a feasible one. Proper ആണെന്നുണ്ടെങ്കിൽ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറയും. അതിന് വേണ്ട അസിസ്റ്റൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പ്രോജക്ട് കൗൺസിലിംഗിന്റെ ഭാഗമായിട്ട്. ഇനി പ്രോജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം അത് എന്തുമാത്രം കോസ്റ്റ് ഇൻകർ ചെയ്യുന്ന പ്രോജക്റ്റ് ആണ് എന്ന് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ദേ വിൽ ഹെൽപ്പ് ഇൻ ദ എസ്റ്റിമേഷൻ ഓഫ് ദി കോസ്റ്റ് ഓഫ് ദി പ്രോജക്റ്റ്. സോ ഫസ്റ്റ് യു വിൽ study the project idea brought forward by the company, whether it's a feasible project or not. Project idea study ചെയ്ത ശേഷം റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. റിപ്പോർട്ടിൻ്റെ അകത്ത് അതിൻ്റെ ഫിനാൻഷ്യൽ, എക്കണോമിക്, മാർക്കറ്റ് റിലേറ്റഡ് കാര്യങ്ങളെല്ലാം ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ആ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്തുമാത്രം കോസ്റ്റ് ആകും ആ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് എന്ന് അവർ കാൽക്കുലേറ്റ് ചെയ്ത് പറയും. ഇനി ഇത്രയും രൂപയാണ് ആവശ്യമെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? എവിടെ നിന്ന് ഫണ്ട്സ് റേസ് ചെയ്യാനായിട്ട് പറ്റും? ചീപ്പായിട്ട് നമുക്ക് അധികം ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ ഏതൊക്കെ സോഴ്സസിലൂടെ ഫണ്ട്സ് റേസ് ചെയ്യാം എന്നുള്ളതിന്റെ അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് അവർക്ക് സോഴ്സ് ഓഫ് ഫിനാൻസ് ഡിറ്റർമിൻ ചെയ്യാൻ ഹെൽപ്പ് കൊടുക്കും. പിന്നെ ഈ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫണ്ട്സ് റേസ് ചെയ്യേണ്ട എവിടെയാണെന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞു. ഇനി ഇതിനെ എങ്ങനെ ഒരു റിയാലിറ്റി ആക്കും, അപ്പൊ അതിന് ഇംപ്ലിമെന്റേഷന് വേണ്ട സ്റ്റേജസ് അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷന് വേണ്ട അസിസ്റ്റൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പം അസിസ്റ്റം സ്ഥലവും കാര്യങ്ങളും ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ കൺസെന്റ് വേണം. സോ ഈ ഗവൺമെന്റ് കൺസെന്റ് നേടിയെടുക്കാനായിട്ട് എവിടെയൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻസ് കൊടുക്കേണ്ടത്, ഏതൊക്കെ പെർമിഷൻസ് ആണ് വാങ്ങിക്കേണ്ടത് ബിസിനസ് റൺ ചെയ്യാനുള്ളത്, ഇതിന്റെ ഉള്ള അഡ്വൈസസും പ്രോജക്ട് കൗൺസിലിംഗിന്റെ ഭാഗമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. സോ ദി ഫസ്റ്റ് സർവീസ് വാസ് കോർപ്പറേറ്റ് കൗൺസിലിംഗ്. അതിൽ കമ്പനിയുടെ ഇമേജ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്ന അസിസ്റ്റൻസ് കൊടുത്തു. 3 ഏരിയാസ് ആണ് പറഞ്ഞു കൊടുക്കുന്നത്. മെയിൻ ആയിട്ട് സിക്കായി പോയെങ്കിൽ അതിനെ എങ്ങനെ റിവൈവ് ചെയ്യാം, ഒരുപാട് പ്രോഡക്റ്റ് ലൈൻസ് ഉണ്ടെങ്കിൽ ഏതൊക്കെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടത്, ഇനി ഗവൺമെന്റിന്റെ ലൈസൻസിങ് പോളിസീസും കാര്യങ്ങളും എല്ലാം കൺസിഡർ ചെയ്ത ശേഷം ഏതൊക്കെ ഏരിയാസിലോട്ട് ഡൈവേഴ്സിഫൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം കോർപ്പറേറ്റ് കൗൺസിലിംഗിൽ പറയും. രണ്ടാമത്തെ ഫംഗ്ഷൻ പ്രോജക്ട് കൗൺസിലിംഗ് ആണ്. ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് ഐഡിയ ആയിട്ട് വരികയാണെങ്കിൽ അതിന്റെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക, അതിന്റെ കോസ്റ്റ് എത്രത്തോളം വരുമെന്ന് ഡിറ്റർമിൻ ചെയ്യുക, ആ ഒരു പ്രോജക്റ്റ് ഫീസിബിൾ ആണോ അല്ലയോ എന്ന് പറഞ്ഞു കൊടുക്കുക, എവിടെ നിന്നാണ് ഫണ്ട്സ് റേസ് ചെയ്യേണ്ടതെന്ന് പറയുക, ലൈസൻസസ് ഒക്കെ എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞു കൊടുക്കുക,
ഇതിനുള്ള ഈ ഇംപ്ലിമെന്റേഷന് വേണ്ട പ്രൊസീജിയർ കംപ്ലീറ്റ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതൊക്കെയാണ് പ്രോജക്റ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ റീസ്ട്രക്ചറിംഗ് സർവീസസ് ആണ്. സോ വാട്ട് യു മീൻ ബൈ ദ ടേം ക്യാപിറ്റൽ റീസ്ട്രക്ചറിംഗ്? നമ്മുടെ ക്യാപിറ്റലിൽ എന്തുമാത്രം ഡെപ്റ്റ് വേണം, എന്തുമാത്രം ഇക്വിറ്റി വേണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. അതായത് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ഫണ്ട്സ് എത്ര വേണം, ബോറോ ചെയ്ത ഫണ്ട്സ് എത്ര വേണം എന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്യും. കാരണം ഹോൾ എമൗണ്ട് ഒബ്വിയസ്ലി നമുക്ക് ഒറ്റയ്ക്ക് റേസ് ചെയ്യാനായിട്ട് പറ്റില്ല. നല്ല കമ്പനിയൊക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫണ്ട്സും ഇട്ട് പിന്നെ നമ്മൾ വേറെ ആളുകളുടെ കയ്യിൽ നിന്ന് കടവും കൂടെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ ബിസിനസ് റൺ ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ് വേണോ വേണ്ടിയോ എന്ന് പറയും. അതായത് നിങ്ങളിപ്പോ 50% ബോറോഡ് ഫണ്ട്സും 50% ഓൺ ഫണ്ട്സും ആണ്. നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്താണ്, നിങ്ങൾക്ക് ചിലപ്പോൾ ബോറോഡ് ഫണ്ട്സിന്റെ പെർസെന്റേജ് കൂട്ടുന്നതായിരിക്കും കൂടുതൽ പ്രോഫിറ്റബിൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓൺ ഫണ്ട്സ് തന്നെ കൂട്ടുന്നതായിരിക്കും റിസ്ക് കുറയ്ക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് വേണ്ടത്, എത്രത്തോളം നമ്മൾ ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യണം, എത്രത്തോളം നമ്മൾ ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യണം എന്നൊക്കെയുള്ള ഡിസിഷൻസിന് കൺഫ്യൂഷൻസ് വരുമ്പോൾ മെർച്ചന്റ് ബാങ്കേഴ്സ് വിൽ പ്രൊവൈഡ് യു സർവീസ് റിഗാർഡിംഗ് ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ്. അപ്പൊ അതിനെയാണ് ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ് സർവീസസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഒരു ബിസിനസിന്റെ മേർജർ, ടേക്ക് ഓവർ, അമാൽഗമേഷൻ ഒക്കെ നടത്തുമ്പോഴത്തേക്കും അതുമായിട്ട് വേണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അതിനും നമുക്ക് അഡ്വൈസസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ റീസ്ട്രക്ചറിംഗ് സർവീസസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് ദ നെക്സ്റ്റ് വൺ? പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഇസ് ദ നെക്സ്റ്റ് വൺ. അത് നമ്മൾ ബ്രീഫായിട്ട് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു അല്ലെ. പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ടേമിന്റെ മീനിങ് എന്തായിരുന്നു? കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റീസ് എന്നാണ് പറയുന്നത്. സോ വാട്ട് ഷുഡ് ബി യുവർ പോർട്ട്ഫോളിയോ? നിങ്ങൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ആണ് പുട്ട് ഫോർവേഡ് ചെയ്യേണ്ടത്, അതിന്റെ ടൈമിംഗ് എപ്പോഴായിരിക്കണം, പ്രൈസ് എങ്ങനെയായിരിക്കണം, എന്തുമാത്രം സെക്യൂരിറ്റീസ് ആണ് അറ്റ് എ ടൈം ഓഫർ ചെയ്യേണ്ടത് എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്തോളണം. ഇപ്പൊ കമ്പനീസിനാണ് മെർച്ചന്റ് ബാങ്കേഴ്സ് അഡ്വൈസസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഇരിക്കട്ടെ. അതായത് ഞാനിപ്പോ പറഞ്ഞ പോലെ ഏത് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റിയാണ് മാർക്കറ്റിൽ ഓഫർ ചെയ്യേണ്ടത്, പ്രിഫറൻസ് ഷെയർ ആണോ, ഇക്വിറ്റി ഷെയർ ആയിട്ടാണോ, ഡിബെഞ്ചർ ആയിട്ടാണോ, എങ്ങനെയാണ് നിങ്ങൾ മാർക്കറ്റിലെ സെക്യൂരിറ്റി ഓഫർ ചെയ്യേണ്ടത്, ഈ ടൈപ്പ്, ഇനി എപ്പോഴാണ് നിങ്ങൾ ഈ സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇറക്കേണ്ട ടൈം, ഈ മാസം വേണോ അതോ അടുത്ത മാസം രണ്ടാമത്തെ ആഴ്ചയാണോ നമ്മളത് മാർക്കറ്റിൽ ഇറക്കേണ്ടത്, വിച്ച് ടൈം ഇസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വൺ എന്ന് ഡിസൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. വാട്ട് ഷുഡ് ബി ദ പ്രൈസ് ഓഫ് യുവർ സെക്യൂരിറ്റീസ്. ഇങ്ങനെയൊക്കെ കമ്പനീസിനാണ് അഡ്വൈസ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേര് ഇഷ്യൂ മാനേജ്മെന്റ് എന്നാണ്. ഓക്കെ. ഇനി ഒരു ഇൻവെസ്റ്ററിനാണ് അഡ്വൈസ് കൊടുക്കുന്നത്, അതായത് ഏത് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റിയിലാണ് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ആ സെക്യൂരിറ്റിയുടെ എത്ര എണ്ണം വാങ്ങിക്കണം, എത്ര രൂപയ്ക്ക് വാങ്ങിക്കണം, എത്ര രൂപ ആകുമ്പോഴത്തേക്കാണ് നമ്മൾ അത് വാങ്ങിക്കേണ്ട റൈറ്റ് ടൈം എന്നൊക്കെ ഒരു ഇൻവെസ്റ്ററിനാണ് അഡ്വൈസ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേര് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്നാണ്. രണ്ടും തമ്മിൽ കൺഫ്യൂസ്ഡ് ആയി പോകരുത്. കമ്പനീസിന് സെക്യൂരിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസ് എല്ലാം കൊടുക്കുന്നതിന് ഇഷ്യൂ മാനേജ്മെന്റ് എന്നും, ഇൻവെസ്റ്റേഴ്സിന് സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനും അഡ്വൈസസും കൊടുക്കുന്നതിന് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്നും പറയും. രണ്ടും മെർച്ചന്റ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കാശ് ഇടാൻ താല്പര്യമുള്ളവരെ ഇൻവെസ്റ്റർ എന്നും, കാശിന്റെ ആവശ്യമുള്ളവരെ നമ്മൾ ആ ഒരു കമ്പനീസിനെ നമുക്ക് ഇഷ്യൂ മാനേജ്മെന്റ് വഴിയായിട്ട് അത് റേസ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നതാണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ പോർട്ട്ഫോളിയോ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ആദ്യം അവർ ചോദിക്കുന്നത് വാട്ട് ഈസ് യുവർ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അല്ലേ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് ഫണ്ട്സ് ഉണ്ട്, ഞാനൊരു ഇൻവെസ്റ്റർ ആണ്, എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്, പ്രോഫിറ്റ് അറ്റ് ഷോർട്ടസ്റ്റ് പീരീഡ് ഓഫ് ടൈം ആണോ എന്റെ ഒബ്ജക്റ്റീവ്, റിസ്ക് എന്തുമാത്രം ഞാൻ ബെയർ ചെയ്യാൻ വില്ലിങ് ആണ്, എനിക്ക് റിസ്ക് ആയാലും പ്രശ്നമൊന്നുമില്ല, ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയാൽ മതി എന്നാണെങ്കിൽ അവർ പറയും ഓക്കെ ഇക്വിറ്റി ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ, കുറച്ച് റിസ്കിയാണ് ബട്ട് റിട്ടേൺസിനുള്ള പൊട്ടൻഷ്യൽ കൂടുതലാണ്. That will depend upon, the advice will depend upon your risk bearing capacity and your expectation of return. അപ്പൊ അത് ആദ്യം നോക്കും, വാട്ട് ഇസ് യുവർ ഒബ്ജക്റ്റീവ്. പിന്നെ എന്തുമാത്രം ടാക്സ് അടയ്ക്കേണ്ട ആളാണ്, കാരണം നമ്മളിപ്പോ ഒരു സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് ടാക്സ് അടച്ച് പൈസ പോകുന്നുണ്ടോ എന്നുള്ള രീതിയിൽ അതിനുള്ള അസിസ്റ്റൻസ് കൊടുക്കും. എങ്ങനെ ആ ഒരു ഇൻവെസ്റ്ററിന് മാക്സിമം റിട്ടേൺ ഏൺ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതിനൊക്കെയുള്ള അഡ്വൈസസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ചിലപ്പം
ക്ലയൻസിന് വേണ്ടി മെർച്ചന്റ് ബാങ്കേഴ്സ് ചെയ്യും. ദേ വിൽ ആക്ട് ഓൺ ബിഹാഫ് ഓഫ് ദിയർ ക്ലയൻസ്. അങ്ങനെയും അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി വാട്ട് ഈസ് ഇഷ്യൂ മാനേജ്മെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. Management of new public issues of corporate securities by newly formed companies. പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത കമ്പനി അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കമ്പനി ഇപ്പം ഫർദർ ഇപ്പം മോഡേണൈസ് ചെയ്യണം ബിസിനസ്, അല്ലെങ്കിൽ ഡൈവേഴ്സിഫൈ ചെയ്യണം, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യണം, അവർക്ക് മെർജർ, ടേക്ക് ഓവർ, അമാൽഗമേഷൻ വഴിയൊക്കെ ആയിട്ട് ബിസിനസിനെ വലുതാക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ പിന്നും സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യും മാർക്കറ്റിൽ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അസിസ്റ്റൻസ് കൊടുക്കുക. ആദ്യമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യും, അവർക്ക് ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുക. ഫോറിൻ കമ്പനീസ് ഉണ്ടായിരിക്കും, അവരെ അസിസ്റ്റ് ചെയ്യുക. അപ്പൊ ഇതിനൊക്കെയുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് ഇഷ്യൂ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ മാർക്കറ്റിൽ ആദ്യമായിട്ട് ഒരു സെക്യൂരിറ്റി ഓഫർ ചെയ്യുമ്പോഴത്തേക്കും ആദ്യം വേണ്ടത് ഒരു പ്രോസ്പെക്ടസ് ആണ്. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്വർടൈസ്മെന്റ് പോലെ തന്നെയാണ്. അതായത് ഇന്ന കമ്പനി ഇത്ര സെക്യൂരിറ്റീസ് ഇത്ര രൂപയ്ക്ക് ഇത്ര തീയതി തൊട്ട് ഇത്ര തീയതി വരെ ഓഫർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഒരു പ്രോസ്പെക്ടസ് ആവശ്യമാണ്. അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇഷ്യൂമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ചെലവുകളുണ്ട്. നമ്മൾ അണ്ടർ റൈറ്റേഴ്സിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഫീസ് കൊടുക്കണം. ബാങ്കേഴ്സിനെ അപ്രോച്ച് ചെയ്യണം. അതായത് ഈ ഓരോ ആൾക്കാരും സെക്യൂരിറ്റീസിന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും അവർ പൈസ അടയ്ക്കുമല്ലോ. ഈ പൈസ എല്ലാം കളക്ട് ചെയ്ത് വെക്കാനായിട്ട് ഒരു ബാങ്കറുടെ സഹായം ആവശ്യമുണ്ട്. അപ്പൊ അവിടെ പോവുക. അവർ തരുന്ന സർവീസിന് ചാർജസ് ഉണ്ട്. പിന്നെ ഒരു രജിസ്ട്രാറിനെ അപ്രോച്ച് ചെയ്യണം, ഇതെല്ലാം രജിസ്റ്റർ ചെയ്യാനായിട്ടും അതിന്റെ ലീഗൽ ആക്ടിവിറ്റീസ് എല്ലാം ക്യാരി ഔട്ട് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ കുറെ ചെലവുകളുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ എത്ര രൂപയാകും നിങ്ങൾക്ക് മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ എങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കും. ഇനി ആരെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്? അണ്ടർ റൈറ്റേഴ്സ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ആരായിരിക്കും? ഇത് അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി രജിസ്ട്രാർ, ബ്രോക്കർ, ബാങ്കർ ഇവരെയൊക്കെ അപ്പോയിന്റ് ചെയ്യാനായിട്ടുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. ഇനി എപ്പോഴാണ് ഇഷ്യൂ ചെയ്യേണ്ടത്? അതൊരു പുതിയ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി ആണോ ഇഷ്യൂ ചെയ്യേണ്ടത്, അതോ ഓൾറെഡി നമ്മൾ മാർക്കറ്റിൽ ഓഫർ ചെയ്ത സെക്യൂരിറ്റി അതേ ടൈപ്പിലുള്ള സെക്യൂരിറ്റിയുടെ കുറച്ച് കൂടുതൽ ആണോ ഇഷ്യൂ ചെയ്യേണ്ടത്, അതോ ബോണസ് ഇഷ്യൂസ് ആണോ ചെയ്യേണ്ടത്, ഇനി ഇക്വിറ്റി ആയിട്ടാണോ ചെയ്യേണ്ടത്, പ്രിഫറൻസ് ഷെയർസ് ആയിട്ടാണോ നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത്, ഇതിനുള്ള അഡ്വൈസസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഡിബെഞ്ചർ ആണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഡിബെഞ്ചർ ആണ്, കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് ആണോ, നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് ആണോ, എത്രയായിരിക്കണം സൈസ് ആൻഡ് ടൈമിംഗ്, ഇതെല്ലാം അഡ്വൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇഷ്യൂ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ 5 സർവീസസ് നമ്മൾ പഠിച്ചു, 5 functions or activities of merchant banking. First one was corporate counseling, which is with regard to improving the image of the company. Second one is project counseling, in which they will help you in developing your project idea and implementing it. Third one is capital restructuring services, in which they will help you to restructure your capital. That is how to manage your equity and debt. Proportion of equity and debt in your total capital is managed through capital restructuring services. Fourth one is portfolio management, where advice is provided to investors on whether to invest in a particular security or not, how much to invest, when to invest. That is the type of assistance they provide under portfolio management. Issue management is with regard to those companies that is issuing the securities in the market either for the first time or the second time, or to foreign investors. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് they will give assistance in preparing the prospectus, in determining the cost of the issue, in choosing the underwriter, registrar, broker, banker, etc., and in deciding whether to make a fresh issue or an additional issue or a bonus issue. And they will also give assistance in deciding what type of securities to invest in. Even if you decide you are issuing debentures, what type of debentures should you invest in? അങ്ങനെയുള്ള അഡ്വൈസസ് ഒക്കെ കൊടുക്കുന്നതിനെയാണ് ഇഷ്യൂ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത്രയും ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും കുറച്ച് സർവീസസ് കൂടെ നമുക്കുണ്ട് മെർച്ചന്റ് ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ തീരും. Next one is loan or credit syndication. ഈ ടേം കുറച്ച് ഫെമിലിയർ ആണ്, ഞാൻ ഒരിക്കൽ പറഞ്ഞു. കമ്പനീസിന് ഒരുപാട് ഫണ്ട്സ് ആവശ്യമുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ബാങ്കിന് മാത്രം, അതായത് ഒരു ഇൻഡിവിജ്വൽ ബാങ്കിന് അത്രയും ഫണ്ട്സ് റേസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ വാട്ട് വിൽ ദേ ഡു? ലോൺ സിൻഡിക്കേഷന് വേണ്ടി അപ്ലൈ ചെയ്യും. അപ്പൊ ഇവരെ അപ്രോച്ച് ചെയ്യുന്നത് ഒരു ബാങ്കിനെയാണ്. ഓക്കെ, അവരെ അപ്രോച്ച് ചെയ്യുന്ന ബാങ്കിനെ പറയുന്ന പേരാണ് ലീഡ് ബാങ്ക്, LEAD. So they will approach a bank known as a lead bank. The lead bank will make arrangement for providing the loan by consulting with other banks. Every കുറെ ബാങ്ക്സിനെ അപ്രോച്ച് ചെയ്യും. ഈ ലീഡ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക് വേറെ 2-3 ബാങ്ക്സിനെയും കൂടെ ഒന്നിച്ച് കൊണ്ടുവന്ന് അവരൊരു സിൻഡിക്കേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ ബാങ്ക്സും
ആ ലോണിന്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് ഈ ഫണ്ട്സ് എല്ലാം കൂടെ ഒരുമിച്ചാക്കിയ ശേഷം ഈ ലോൺ ചോദിച്ച ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. അതിനെയാണ് ലോൺ സിൻഡിക്കേഷൻ ഓർ ക്രെഡിറ്റ് സിൻഡിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ചാൽ കുറെ ബാങ്കേഴ്സ് ഒരുമിച്ചാണ് നമ്മുടെ ഡീലിങ്സ് എല്ലാം, പക്ഷെ ലീഡ് ബാങ്കുമായിട്ടായിരിക്കും. നമ്മൾ ഇനി അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, എന്തായാലും ലോൺ എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് അടയ്ക്കണം. ഈ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് ഷെയർ ചെയ്ത് പോകേണ്ടതെന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ലീഡ് ബാങ്ക് തന്നെ ആയിരിക്കും. അപ്പൊ അതിനെയാണ് ലോൺ സിൻഡിക്കേഷൻ അല്ലെങ്കിൽ ക്രെഡിറ്റ് സിൻഡിക്കേഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ മെർച്ചന്റ് ബാങ്ക്സ് മെയിൻ ആയിട്ടും ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എത്രയാകും നിങ്ങളുടെ പ്രോജക്റ്റിന്റെ കോസ്റ്റ് എന്ന് ഡിറ്റർമിൻ ചെയ്യും. ടോട്ടൽ നിങ്ങൾക്ക് എത്ര രൂപ വേണം. ഓക്കെ, അപ്പൊ ഇത്രയും ഫണ്ട്സ് ആണ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയും. ഇത്രയും ഫണ്ട്സ് ആവശ്യമുണ്ടെങ്കിൽ ഇത് റേസ് ചെയ്യാനായിട്ട് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ അഡ്വൈസ് കൊടുക്കും. ഈ ആ പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്രോച്ച് ചെയ്യുമ്പോൾ ലോൺ ആപ്ലിക്കേഷൻ കൊടുക്കണം. ആ ലോൺ ആപ്ലിക്കേഷൻ എങ്ങനെയൊക്കെയാണ് ഫില്ലപ്പ് ചെയ്യേണ്ടത്, അതിന്റെ കൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് അറ്റാച്ച് ചെയ്യേണ്ടത്, ഈ അഡ്വൈസസ് എല്ലാം പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് അതവിടെ കൊണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ അതിന് വേണ്ട ഫോളോ അപ്പ് പ്രോസസ് കംപ്ലീറ്റ് അവർ ചെയ്യുന്നതായിരിക്കും. ഇനി ലീഗൽ ഡോക്യുമെന്റേഷനും ഫോർമാലിറ്റീസും ഒക്കെ നടന്നു വരാനായിട്ട് കുറച്ച് ടൈം പീരീഡ് എടുക്കും അല്ലേ. അപ്പൊ അത്രയും ടൈം നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല, നമുക്ക് ബിസിനസ് റൺ ചെയ്ത് തുടങ്ങണം. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ യൂസ് ചെയ്യാനായിട്ട് ബ്രിഡ്ജ് ഫിനാൻസ് എന്ന് പറഞ്ഞ ചെറിയൊരു ലോൺ, അത് എവിടെ നിന്ന് എടുക്കാം, എത്ര രൂപയാണ് ബ്രിഡ്ജ് ഫിനാൻസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്, അത് എപ്പോൾ അടച്ചു തീർക്കാനായിട്ട് പറ്റും, ഇനി അതല്ലാതെ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി നമുക്ക് എത്ര വേണമെന്ന് ആദ്യമേ എസ്റ്റിമേറ്റ് ചെയ്താലേ അതിനുള്ള ബ്രിഡ്ജ് ഫിനാൻസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം എത്ര രൂപയാണ് നമുക്ക് ആക്ച്വൽ ലോൺ സാങ്ഷൻ ആയി കിട്ടുന്നത് വരെയും ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കാൻ എത്ര വർക്കിംഗ് ക്യാപിറ്റൽ വേണമെന്ന് ഡിറ്റർമിൻ ചെയ്ത ശേഷം ആ വർക്കിംഗ് ക്യാപിറ്റലിന് ആവശ്യമുള്ള ഫണ്ട്സ് ഒരു ബ്രിഡ്ജ് ഫിനാൻസ് ആയിട്ട്, അതായത് കുറച്ചു കാലത്തേക്കുള്ള ഒരു കൊച്ചു ലോൺ ആയിട്ട് വേറെ എവിടെ നിന്ന് എടുക്കാം എന്നുള്ള അഡ്വൈസസും എല്ലാം ലോൺ ആൻഡ് ക്രെഡിറ്റ് സിൻഡിക്കേഷന്റെ താഴെ പറഞ്ഞു കൊടുക്കുന്നതാണ് മെർച്ചന്റ് ബാങ്ക്. നെക്സ്റ്റ് വൺ, അറേഞ്ചിങ് വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടി ബിസിനസ്സിന് ആവശ്യമുള്ള ഫണ്ട്സിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ വർക്കിംഗ് ക്യാപിറ്റലിന് ആവശ്യമുള്ള ഫണ്ട്സ് എങ്ങനെ അറേഞ്ച് ചെയ്യാം? യൂഷ്വലി വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയായിട്ട് ഫണ്ട്സ് ചോദിച്ചു വരുമ്പോഴത്തേക്കും ഡിബെഞ്ചേഴ്സ് ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഡിബെഞ്ചർ എന്നത് നമുക്കറിയാം, അതൊരു പെർട്ടിക്കുലർ സം ഓഫ് മണിയാണ്. ഇറ്റ് ഇസ് ലെൻഡ് ഔട്ട് ഫോർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. ആ ഒരു ടൈം പീരീഡിൽ കംപ്ലീറ്റ് ആ ഡിബെഞ്ചർ എമൗണ്ടിന് ഒരു സർട്ടൻ പെർസെൻറ്റേജ് നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് ആരാണോ തന്നത് അവർക്ക് അടച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഡിബെഞ്ചേഴ്സ് വഴിയായിട്ട് നമുക്ക് വേണമെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിന് ആവശ്യമുള്ള ഫിനാൻസ് റേസ് ചെയ്യാനായിട്ട് അസിസ്റ്റൻസ് കംപ്ലീറ്റ് മെർച്ചന്റ് ബാങ്കേഴ്സ് തരും. ആരെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കണം, എത്ര രൂപയാണ് അതുവഴിയായിട്ട് റേസ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ സർവീസസ് എല്ലാം പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് വൺ, അഡ്വൈസറി സർവീസസ് ആണ്. ഈ പറഞ്ഞൊന്നുമല്ലാതെ വേറെ കുറെ അഡ്വൈസറി സർവീസസ് കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോ ബിസിനസ് മേർജ് ചെയ്യാൻ താല്പര്യമുണ്ട് വേറൊരു കമ്പനിയായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ടേക്ക് ഓവർ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെയ്യണോ വേണ്ടയോ, അതൊരു നല്ല ഡിസിഷൻ ആയിരിക്കുമോ എന്നുള്ളതിന്റെ അഡ്വൈസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ഇനി ടാക്സ് നമുക്ക് ഇവേഡ് ചെയ്യാനായിട്ടല്ല, ടാക്സ് ഏറ്റവും കുറച്ച് രീതിയിൽ കൊണ്ടുവരാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിനുള്ള ഹെൽപ്പ് കംപ്ലീറ്റ് കൊടുക്കും. പുതിയ റിക്രൂട്ട്മെന്റ് എവിടെ നിന്ന് നമുക്ക് ഏറ്റവും എന്റെ ബിസിനസ് ആവശ്യമുള്ള ടൈപ്പ് ഓഫ് എംപ്ലോയീസ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സിനെ എടുക്കാം, അതിനുള്ള ഹെൽപ്പ് കൊടുക്കും. പിന്നെ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഡിറ്റ് നടത്തണമല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബുക്സിനെ ഒരു ഓഡിറ്ററിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിപ്പിക്കും. അപ്പോഴേക്കും കുറച്ചും കൂടെ നന്നായിട്ട് കമ്പനിയുടെ പെർഫോമൻസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ആ ഓഡിറ്റിന് വേണ്ടിയായിട്ടുള്ള ഹെൽപ്പ് കംപ്ലീറ്റ് ചെയ്തു കൊടുക്കുക. അങ്ങനെയുള്ള അഡ്വൈസറി സർവീസസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓഫ് ഷോർ ഫിനാൻസ് കൊടുക്കുന്നുണ്ട്. ഓഫ് ഷോർ ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ആയിട്ട് ആവശ്യമുള്ള ഫണ്ട്സ്, ഇന്റർനാഷണൽ ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യുന്നവർക്ക് ആവശ്യമുള്ള ഫണ്ട്സ്, അതായത് എക്സ്പോർട്സിനും ഇമ്പോർട്സിനും വേണ്ടി ആവശ്യമുള്ള ഫിനാൻസ് എവിടെ നിന്ന് റേസ് ചെയ്യാം, ഈ വേറൊരു ഫോറിൻ കമ്പനിയുമായിട്ട് ജോയിന്റ് വെഞ്ചറിൽ എൻഗേജ് ചെയ്താൽ ബെറ്റർ ആയിരിക്കുമോ, ജോയിന്റ് വെഞ്ചർ വേണോ, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ് ആൻഡ് ഫോർമാലിറ്റീസ്, ഇനി ഫോറിൻ കറൻസിയിൽ ലോൺസ് വേണമെന്നുണ്ടെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ഫോറിൻ കറൻസി ലോൺസ് എവിടെ നിന്ന് അറേഞ്ച് ചെയ്യാം, ഈ കാര്യങ്ങളെല്ലാം മെർച്ചന്റ് ബാങ്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ, ബിൽ ഡിസ്കൗണ്ടിങ് ആണ്. ബിൽ ഡിസ്കൗണ്ടിങ് നമുക്കറിയാം, ഒരു സെറ്റ് ഓഫ് ബിൽസ് ഒരാളുടെ കയ്യിലുണ്ട്, അതായത് ക്രെഡിറ്റ് സെയിൽസ് ചെയ്തു, ക്രെഡിറ്റ് സെയിൽസ് കൊടുത്തപ്പോഴത്തേക്കും കുറച്ച് ബിൽ ഓഫ് എക്സ്ചേഞ്ചസ് ആണ് കിട്ടിയത്, ഫ്യൂച്ചർ ഡേറ്റിലെ പേയ്മെന്റ് കിട്ടും, പക്ഷെ ആ ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യാനായിട്ട് താല്പര്യമില്ല, ഇപ്പോഴേ ഫണ്ട്സ് വേണം എന്നുണ്ടെങ്കിൽ അപ്രോച്ച് ചെയ്യുക, ബിൽസ് കൊടുക്കുക, ബിൽ ഡിസ്കൗണ്ടിങ് ചെയ്യാവുന്നതാണ്. അപ്പൊ ബിൽ ഡിസ്കൗണ്ടിങ്ങിന് വേണ്ട സർവീസസ് എവിടെ അപ്രോച്ച് ചെയ്താൽ കിട്ടും എന്നുള്ള രീതിയിലുള്ള അഡ്വൈസസ് എല്ലാം മെർച്ചന്റ് ബാങ്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്.
അപ്പൊ ഇത്രയുമാണ് മെർച്ചന്റ് ബാങ്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്. ഇതല്ലാതെ പിന്നും കുറെ ഉണ്ട്. തൽക്കാലം നമ്മൾ ഇത്രയും നോക്കുന്നുള്ളൂ. എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓർ സർവീസസ് ഓർ ആക്ടിവിറ്റീസ് ഓഫ് മെർച്ചന്റ് ബാങ്ക്സ് എന്ന് ചോദിക്കും. അപ്പം ഇത്രയും എഴുതണം. ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആൻസർ ചെയ്യുകയും വേണം. ഇത്രയും ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്കിനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.